വീട്ടില് പനീർ ഇരിക്കുന്നുണ്ടോ? എങ്കില് പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പായസത്തിന്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ? വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ കാഷ്യൂ നട്ട്സ് ചേർത്ത് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇത് ചെറുതായിട്ട് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1.5 ടീസ്പൂൺ റൈസിൻസ് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. കാഷ്യൂനട്ട്സും റേസിൻസും ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാണ് വേണ്ടത്. ഈ പാല് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് ട്ടോ. പാല് പിരിഞ്ഞൊക്കെ പോവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പാല് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ചെറുതാക്കി വെക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും പാലിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ പാല് ചെറുതായിട്ടൊന്ന് കുറുകി വരാനൊക്കെ തുടങ്ങും. ഇതിന്റെ ഇടയിൽ ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് ട്ടോ. ഇപ്പൊ നമ്മുടെ പാലൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് കുറുകി വരാനൊക്കെ തുടങ്ങുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പനീർ ഇതുപോലെ കൈകൊണ്ട് ഒന്ന് പൊടിച്ചു വെച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിന് ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാനാണ്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ പനീർ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ചെറു തീയിൽ വെച്ച് വേണം ചേർക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് ട്ടോ. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് ഏകദേശം ഒരു 4 മുതൽ 5 മിനിറ്റ് വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പനീറൊക്കെ ഒന്ന് വെന്ത് വരും. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ട് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇത് ചൂടാറി വരുംതോറും ഒന്നുകൂടിയിട്ട് കുറുകി വരും ട്ടോ. പക്ഷെ ഇതിലും കൂടുതൽ കുറുകി വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഈ ഒരു ഖീർ നല്ല തണുപ്പിച്ച് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ട്ടോ. അപ്പൊ ഞാനിപ്പോ തണുപ്പിക്കാൻ നിൽക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ ഒന്ന് സെർവ് ചെയ്യാണ്. ഇനി നമുക്ക് അതിന്റെ മീതെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചെറുതാക്കി അരിഞ്ഞത് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നന്നായിട്ട് 2-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ല ക്രീമി ആയിട്ടുള്ള പനീർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു പനീർ പായസം ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം ട്ടോ.